വെൽക്കം ടു ലോർഡ് മൈ ഷെപ്പേർഡ്. ഈശോയിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് തോന്നാറുണ്ടോ? അല്ലെങ്കിൽ ഈശോയ്ക്ക് ഇനഫ് ടൈം കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ തിരക്കുകൾ, ജോലി, കുടുംബാംഗങ്ങൾ, അല്ലേ, ബിസി സ്കെഡ്യൂൾ കാരണം നമുക്ക് ഇനഫായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ദൈവത്തിന് വേണ്ടി സമയം കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഹിൻഡ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പ് ദെയർ, ഗീവ് ടൈം, ദൈവത്തിലേക്ക് തിരിച്ചു പോകാൻ നോക്കുക. അത്ര എളുപ്പമല്ല കേട്ടോ. നമ്മളിങ്ങനെ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മൾ പർപ്പസ്ഫുള്ളി ദൈവത്തിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യണം. അങ്ങനെ സമയം കൊടുത്തു കഴിഞ്ഞാൽ, എക്സാമ്പിൾ, നമ്മളിങ്ങനെ തിരക്കിൽ പെട്ടുകൊണ്ടിരിക്കുക, പ്രാർത്ഥിക്കാൻ പറ്റണില്ലെങ്കിൽ നിർത്തുക, കുടുംബ പ്രാർത്ഥന മുടക്കാതെ ചെയ്യുക, പള്ളി പോവുക, ഈശോയെ സ്വീകരിക്കുക, ദെൻ ഗ്രേസ് വിൽ സ്റ്റാർട്ട് ടു ഫ്ലോ. പിന്നെ അതങ്ങനെ ക്ലിയർ ആയിക്കോളും, അവയെ ക്ലിയർ ആയിക്കോളും. അപ്പം അത് ആ ദൈവത്തിലേക്കുള്ള ആ ചാനൽ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി കുറേ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാവും, അല്ലേ? സൈറ്റൻ നെവർ ലൈക്ക് അസ് ടു ടേൺ ടുവേർഡ്സ് ലോഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിലേക്ക് അടുക്കാമെന്ന് പറയുന്നത് നമ്മൾ തന്നെ വിചാരിക്കണം. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയോട് പറയണം, ഈശോയെ, അങ്ങയുടെ കരം എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണേ. ഞാൻ ഈശോന്ന് അകന്നു പോയാൽ എന്നെ തിരിച്ചു വിളിക്കണേ, എന്നെ തിരിച്ചു പിടിക്കണേ. ഞാൻ ചിലപ്പോൾ തിരക്കുകളിലൊക്കെ പെട്ടിങ്ങനെ പോവും, പക്ഷേ ഈശോനെ തിരിച്ചു പിടിക്കണേ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. പിന്നെ ദൈവത്തിലേക്ക് പർപ്പസ്ഫുള്ളി ഞാൻ പറഞ്ഞ പോലെ നീങ്ങുക. അപ്പോൾ ഈശോ നമ്മളെ തിരിച്ചു കൊണ്ടുവരും, ഈശോയുടെ സ്നേഹം കൊണ്ട് നമ്മളെ പൊതിയും. ഒരിക്കലും ദൈവം തന്ന ബ്ലെസ്സിങ്സ് ആയ നമ്മുടെ കുടുംബം, നമ്മുടെ ജോലി, നമ്മുടെ സമ്പത്ത് ദൈവത്തിൽ നിന്ന് അകലാനുള്ള ഒരു കാരണമായി മാറരുത്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. സീ യു ദെൻ.